രാജു പി നായർ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആ മേഖലയിൽ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പഹൽഗാം എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോൾ ഒന്നുമല്ല, കുറേ അധികം അകത്താണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലിൻ്റെ ഫോർമാറ്റ് അല്ല ആ ഫോർമാറ്റ്. ഒന്നാമത്തെ കാര്യം നിരായുധരാണ്, പാവങ്ങളാണ്, ടൂറിസ്റ്റുകളാണ്. രാജ്യത്തിൻ്റെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആക്രമണം അവിടുത്തെ കാശ്മീരികൾക്ക് നേരെയാണെങ്കിൽ ഇത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ ഉള്ള ആളുകളും വിദേശികളുമായ ആളുകൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണമാണ്. രാജ്യത്തിനെതിരായ വെല്ലുവിളിയാണ്. രാജു പി നായർ, രാജ്യത്തിനെതിരായ വെല്ലുവിളിയിൽ അർഹിക്കുന്ന മറുപടി നൽകേണ്ടത് ഏത് രീതിയിൽ ആണ് എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്, പ്രതിപക്ഷ നിലപാട്. ഒരു സംശയവും വേണ്ട. ഇത് നമ്മളെല്ലാവരും പറയുന്ന പോലെ ഇത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനെതിരെയോ ഉള്ളത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ, രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായ മറുപടി തന്നെ അത് പാകിസ്ഥാന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും ഇത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഭീകരവാദികൾക്ക് മുഴുവൻ താവളം ഒരുക്കുന്ന ഒരു രാജ്യമായിട്ട്, ഒരു ഭീകര രാജ്യമായിട്ട് തന്നെ പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒട്ടേറെ ചോദ്യങ്ങളും അല്ലെങ്കിൽ മുൻകാലത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിന് മുഴുവൻ പിന്തുണയും കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ടുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് ശക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരാൾക്കും അതിനകത്ത് രണ്ടാമതൊരു അഭിപ്രായമില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് നേരത്തെ ഇവിടെ ശ്രീ മേജർ രവി സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തന്ത്രപരമായിട്ട് നടത്തിയിരിക്കുകയാണ്. ആ തന്ത്രം എന്ന് പറയുന്നൊരു ഒരു സൈനിക തന്ത്രം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലെ തന്ത്രം മാത്രമല്ല, രാജ്യത്തെ വിഭജിക്കാൻ കഴിയുന്ന ഒരു അജണ്ട ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനെ തീർച്ചയായിട്ടും നമ്മൾ മേജർ രവിയോട് പലപ്പോഴും പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ് രാജ്യം മുഴുവൻ സ്വീകരിക്കേണ്ടത്. ഇതിനകത്ത് നമുക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, ആ അക്രമം നടന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനും അവരോട് ഓടിയെത്താനും ഇന്ന് നമ്മൾ കുറേ വീഡിയോ കണ്ടല്ലോ. അവിടുത്തെ പോകുന്ന മനുഷ്യർക്ക് വെള്ളവും ഭക്ഷണവും സൗജന്യമായി കൊടുക്കുന്നതിന് മുതൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു ആദിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് തോക്ക് പിടിച്ചെടുക്കുന്ന സമയത്ത് വെടികൊണ്ട് കൊല്ലപ്പെട്ടതെന്നാണ് ഞാൻ 24 ന്യൂസിൻ്റെ ഒരു വാർത്ത തന്നെ കണ്ടത്. അപ്പം രാജ്യം മുഴുവൻ ഒരു മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ ഏറ്റവും മൃഗീയമായിട്ടുള്ള ഏറ്റവും വലിയ ഭീരുത്വം നിറഞ്ഞ ഈ നടപടിക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഇന്നലെ കാശ്മീരിൽ വൈകുന്നേരം നടന്ന പ്രതിഷേധം ഉൾപ്പെടെ എല്ലാം ആ മതവിഭാഗത്തിലുള്ളവരും കൂടി തന്നെയാണ്, ഇല്ലേ? അത് നമുക്ക് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം, അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടത്തിയിരിക്കുന്ന വെല്ലുവിളിയാണ്. ആ നാടിനോട്, ഈ രാജ്യത്തോട് മുഴുവനായിട്ട് നടത്തിയിരിക്കുന്ന ആക്രമണമാണ്. അതിന് മറ്റൊരു തരത്തിലും ഉപയോഗിക്കാൻ ഈ ഇത്തരത്തിലുള്ള ചിത്രശക്തികളെ അനുവദിച്ചുകൂടാ. അത് തടയുക തന്നെ വേണം. അതേസമയം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കുന്നു എന്നുള്ളത് തീർച്ചയായും ലോകത്തിന് മുൻപിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിനെല്ലാവരും പക്വതയോടുകൂടി പെരുമാറി അതിനുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം.